നമസ്കാരം. ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. നീ രാവിലെ തന്നെ ഒരുങ്ങിയിരിപ്പുണ്ടല്ലോ. ഇന്ത്യയുടെ ജേഴ്സി ഇട്ട് ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റിന് പ്രധാനപ്പെട്ട ഒരു ദിവസമാണല്ലോ. കാരണം ഇന്ത്യ വുമൻസ് വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടുകയാണ്. നിന്റെ ഒരു ഫസ്റ്റ് തോട്ട് എന്താണ്? ഇത് ഇന്ത്യയുടെ ഹോം വേൾഡ് കപ്പാണ്. ഞാൻ ഇന്ത്യയെ കാണുന്നത് ഈ ഫൈനലിൽ ഒരു സ്ട്രോങ് ഫേവറേറ്റ് ആയിട്ടാണ്. കാരണം ഇത് വേൾഡ് കപ്പ് ഹിസ്റ്ററിയിലെ തന്നെ ഒരു ഭയങ്കര ഫൈനൽ ആവാനാണ് സാധ്യത. കാരണം ഇതുവരെ ഈ വേൾഡ് കപ്പ് ഹിസ്റ്ററിയിൽ ഓസ്ട്രേലിയയോ ഇംഗ്ലണ്ടോ ആണ് ഇന്ത്യയെ ഫൈനലിൽ നേരിട്ടിട്ടുള്ളത്. ആദ്യമായാണ് ഓസ്ട്രേലിയയോ ഇംഗ്ലണ്ടോ ഇല്ലാതെ ഇന്ത്യ ഒരു ഫൈനൽ കളിക്കുന്നത്. ഇന്ത്യൻ ടീമിന്റെ സ്ട്രെങ്ത് എന്താണ്? ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ബാറ്റിംഗ് ആണ്. നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ കണ്ട പോലെ ജമീമ റോഡ്രിഗ്സും ഹർമൻപ്രീത് കൗറും ഒരു വലിയ പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കിയാൽ അത് വലിയൊരു ഊർജം തന്നെ ഇന്ത്യൻ ടീമിന് നൽകും. പിന്നെ സ്മൃതി മന്ദാനയും ബാറ്റിംഗിൽ ഒരു ഇമ്പോർട്ടന്റ് പ്ലെയറാണ്. ഇന്ത്യയുടെ ബോളിംഗിൽ ആരിലാണ് പ്രതീക്ഷ അർപ്പിക്കേണ്ടത്? എനിക്ക് തോന്നുന്നത് ഇന്ത്യയുടെ ബോളിംഗിൽ പ്രതീക്ഷ അർപ്പിക്കേണ്ട 2 ബോളർമാർ ശ്രീചരണി, രേണുക സിംഗ് ഠാക്കൂർ. ശ്രീചരണി എന്ന് പറയുന്നത് മിഡിൽ ഓവേഴ്സിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വേരിയേഷൻസ് കൊണ്ടുവരുന്ന ഒരു ഇമ്പോർട്ടന്റ് ബോളറാണ്. രേണുക സിംഗ് ഠാക്കൂർ നവി മുംബൈയിൽ നമുക്കറിയാം അത്യാവശ്യം ഫസ്റ്റ് 10 ഓവേഴ്സിൽ സ്വിംഗ് കിട്ടുന്നുണ്ട്. ആ സ്വിംഗ് പൂർണ്ണമായും ഉപയോഗിച്ച് സൗത്ത് ആഫ്രിക്കൻ ബാറ്റർമാരെ തളയ്ക്കുമെന്നതാണ് എൻ്റെ പ്രതീക്ഷ. സെമി ഫൈനൽ നടന്നത് നവി മുംബൈയിലാണ്. പടുകൂറ്റൻ സ്കോറാണ് ഓസ്ട്രേലിയ പടുത്തുയർത്തിയത്. അത് ചേസ് ചെയ്തിട്ടാണ് ഇന്ത്യ ജയിച്ചത്. അപ്പോൾ പിച്ചിനെ പറ്റി എന്താണ്? ഇന്നും അതുപോലെ തന്നെ ആയിരിക്കുമോ പിച്ചിൻ്റെ പെരുമാറ്റം? ഇന്നും അതുപോലെ തന്നെ ആയിരിക്കും പിച്ചിന്റെ പെരുമാറ്റം. ഇന്ത്യ ഫസ്റ്റ് ബാറ്റ് ചെയ്യുകയാണെങ്കിൽ പവർ പ്ലേയിൽ ഒരു 70-80 റൺസ് ഒക്കെ എടുത്താൽ ഇന്ത്യക്ക് അഡ്വാൻറ്റേജ് ഉണ്ടാവും. പിന്നെ ടോസ് എനിക്ക് മാറ്റർ ചെയ്യുന്നതായി തോന്നുന്നില്ല. എന്തൊക്കെയായാലും ഫസ്റ്റ് ബാറ്റ് ചെയ്യുന്ന ടീമായാലും സെക്കൻഡ് ബാറ്റ് ചെയ്യുന്ന ടീമായാലും ഒരു ഈക്വൽ മാച്ചിന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി സൗത്ത് ആഫ്രിക്കയെ പറ്റി. സൗത്ത് ആഫ്രിക്കൻ ടീം വളരെ കരുത്തരാണ്. ലോറ വോൾവാർഡ്, മറിസൺ ക്യാപ്, തൻജിം ബ്രിഡ്ജ്, ലവ എന്നിവരൊക്കെയാണ് അവരുടെ പ്രതീക്ഷകൾ. ഇവരുടെ പേരൊക്കെ പ്രൊനൗൺസ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നിന്റെ ഒരു അനാലിസിസിൽ ഇന്ന് ഫൈനൽ റിസൾട്ട് എന്തായിരിക്കും? എത്രയായിരിക്കും ഇന്ന് സ്കോർ ചെയ്യാൻ പോകുന്നത്? വെറുതെ ഒരു റഫ് എസ്റ്റിമേറ്റ്. ഒരു 320+ ബാറ്റിംഗ് ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീം സ്കോർ ചെയ്യും. പിന്നെ ചേസ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് കുറച്ച് സ്ലോ ആണ് വിക്കറ്റ്. മാച്ച് പ്രോഗ്രസ് ചെയ്യുന്നതോറും ആ വിക്കറ്റ് ബാറ്റിങ്ങിന് നല്ലതായിരിക്കും. അപ്പോൾ ഒരു ഈക്വൽ മാച്ച് തന്നെ നമുക്കിന്ന് പ്രതീക്ഷിക്കാം. ഇനി ഒരൊറ്റ ചോദ്യം. ഇന്ത്യക്ക് വേണ്ടി ആരായിരിക്കും ടോപ്പ് സ്കോർ ചെയ്യുന്നത്? ഇന്ത്യക്ക് വേണ്ടി ആരായിരിക്കും ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുക്കുന്നത്? ഇന്ത്യക്ക് വേണ്ടി ടോപ്പ് സ്കോർ ചെയ്യുന്ന 2 ബാറ്റർമാരുണ്ടാവും. സ്മൃതി മന്ദാന, ജമീമ റോഡ്രിഗ്സ്. സോറി, ഞാൻ ഹർമൻപ്രീത് കൗറിന്റെ പേര് പറയാൻ വിട്ടുപോയി. ക്രാന്തി ഗൗഡ്, രേണുക സിംഗ് ഠാക്കൂർ, ദീപ്തി ശർമ്മ, ശ്രീചരണി എന്നിവരാണ് ഇന്നത്തെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട പ്ലെയർമാർ. ഇന്ത്യ ജയിക്കാൻ സാധ്യതയുണ്ടോ ഈ വേൾഡ് കപ്പ്? തീർച്ചയായും ഇന്ത്യ ജയിക്കാൻ സാധ്യതയുണ്ട്. ഹോം വേൾഡ് കപ്പാണ്. അപ്പോൾ ഫാൻസിന്റെ ഒരു എക്സ്പെക്ടേഷൻ കൂടി ടീമിനുണ്ടാവും. അതൊരു ബൂസ്റ്റ് തന്നെയായിരിക്കും ഇന്ന് വുമൻസ് ടീമിന് നൽകാൻ പോകുന്നത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.